അതിന്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്തോ നോക്കാൻ പോയതാ. അല്ല, ഇനിയിപ്പം വസ്തുവിന്റെ അഡ്വാൻസ് കാശ് വാങ്ങിക്കാൻ വരുന്നവരോട് നമ്മൾ എന്തു പറയും? എനിക്ക് അറിയില്ല ഏട്ടത്തി. അതെ, ഞാൻ ഭാവനെ വിളിച്ച കാര്യം പറഞ്ഞാലോ? അത് വേണ്ട ഏട്ടത്തി, ഇപ്പൊ ഒന്നും വിളിച്ച് പറയണ്ട. ഒരു വരുമ്പോ പറയാം. നേരത്തെ പറഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാൻ പറ്റൂ. വേണ്ട ബാമേ, ഒന്നാമതേ അവക്ക് തീരെ റെസ്റ്റ് ഇല്ല. അതിന്റെ കൂട്ടത്തിൽ ആവശ്യമില്ലാത്ത ടെൻഷനും കൂടെ കൊടുക്കണ്ട. എന്തായാലും ഇവിടെ ഒരു പ്രശ്നം നടക്കും ഗായത്രി. അതെ, നമ്മളിപ്പോ മനഃപൂർവ്വം അവരെ പറ്റിച്ചാന്നേ പറയത്തുള്ളൂ. മനസ്സിന് ഒരു സമാധാനമില്ല. കരയാതെ പോട്ടെ. ആരോടും ഒരു വാക്ക് പോലും പറയാതെ 50 ലക്ഷം രൂപയൊക്കെ എടുക്കാൻ അവൻ എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പണമെന്ന് കേട്ടാ പിന്നെ സ്വന്തം ബന്ധങ്ങളെ പോലും പണയം വെക്കാൻ നടക്കുന്ന ഒരു നാട്ടിലല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇനി എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമേ. $50 ലക്ഷം കൊടുത്ത് എഗ്രിമെന്റ് ചെയ്താലും എഗ്രിമെന്റിൽ പറയുന്ന അവധിക്ക് ബാക്കി കാശ് എങ്ങനെ കൊടുക്കും സൂര്യ? അതിനുള്ളിൽ ആരെങ്കിലും കണ്ടെത്തി ആന്റിയുടെ ആ പ്രോപ്പർട്ടി കൈമാറണം. ആരെങ്കിലും സമയത്തിന് കിട്ടണ്ടേ? അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ, ആദ്യം ഈ കാര്യം നടക്കട്ടെ. താമ്പ അമ്മേ, ദേ ഭാവനേച്ചി സൂര്യേട്ടന് വന്നു. ആന്റി അമ്മേ